ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഇഡിയോട്ട് സെർവറിലെ 4ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വില്ലേജിലാണ്, അതായത് നമ്മുടെ സെക്കൻഡ് ബേസിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒരു പുതിയ കണ്ടൻറ് ഇരിക്കട്ടെ വിചാരിച്ചു ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ബേസിൽ കുറച്ച് പരിപാടിയുണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഞാൻ കുറച്ച് കൊണ്ട് വെച്ചിരുന്നു, അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ വിറ്റ് പോയിക്കണമെന്ന് നോക്കണം. അത്ര തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. പോരോ സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ബേസിലാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഈ ഷിപ്പ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഞാനതിനെ ഒന്ന് പുതുക്കി പണിതു, അതായത് എൻ്റെ രീതിയിൽ ഞാനത് പണിതു ഗൈസ്. ഇനിയുണ്ട് ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും, ഇവിടെയൊക്കെയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് ഗൈസ്. അത് ഇങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാക്കി. അതിനെക്കാട്ടി നല്ലതാണ് മറ്റേത്, പഴയത്. സോ ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഇതൊന്നും ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. അതൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ട്രേഡിങ് ഹാൾ പണിയാനുള്ള പണിയിലാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് അവിടെ ബെഡ്. ചെറിയൊരു എന്താണ് സെറ്റപ്പ്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കയറട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഇതൊക്കെ ഇല്ലേ, ഈ വുഡ് നിൽക്കുന്നുണ്ടോ, ആ വുഡിൻ്റെ അവിടെ ഇൻറ്റീരിയർ ചെയ്യാനുണ്ട്, അവിടെ ഡിസൈൻ ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പ്ലെയിൻ ആക്കിയിട്ട് സാൻഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പണി കഴിയാത്ത ട്രേഡിങ് ഹാള്. പണി തുടങ്ങിയിട്ടുള്ളൂ, പണി അടുത്ത് കഴിയുന്നുണ്ടാവും. മേലത്തെ പ്രൂഫുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വില്ലേജസിനെ നടക്കാനുണ്ട്, അതിന് ബ്രീഡിങ് ഹാൾ ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. സംഭവം നമുക്കിപ്പോൾ പെട്ടെന്ന് ഡയമണ്ട് ആർമർ ആവാം, കാരണം ഗൈസ് ഞാൻ മൈനിങ്ങിന് പോയിരുന്നു. അതിലിപ്പോൾ 2 സ്റ്റാക്ക് ഡയമണ്ട് ഉണ്ട് ഗൈസ്. പക്ഷേ അതല്ലല്ലോ, 2 സ്റ്റാക്ക് ഡയമണ്ട് ഞാൻ മൈനിങ്ങിന് പോയി ഗൈസ്. ഞാനും അതുപോലെ തന്നെ നമ്മുടെ സെർവറിലുള്ള വേറൊരു പ്ലെയറുമായിട്ടാണ് പോയത്, ലെജൻഡ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെറിയൊരു ഭാഗം ഞാനിവിടെ ലാസ്റ്റ് കൊടുക്കാം ഗൈസ്. വീഡിയോ ലാസ്റ്റ് ഞാൻ കൊടുക്കാവേ. ഇതാണ് ഗൈസ് വില്ലേജ്. ഇവിടെ ഇവർ 2 പേരെ, ഇതിനകത്ത് 2 പേരെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവർ 2 പേരെ വെച്ചിട്ട് ഞാൻ ഒരു ബ്രീഡ് ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ ഈ ഒരു ബ്രീഡ് ആവുന്നില്ല ഗൈസ്. 3 ബെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ആവുന്നില്ല. ക്യാരറ്റ് ഇട്ട് കൊടുത്തു, ഒന്നും നടക്കുന്നില്ല ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അയൻഗോലം ഇവിടെയുള്ള വില്ലേജസിന് ആകെയുള്ള രക്ഷ. ഓക്കെ, മതി, പോരെ, മതി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ സ്പോണിലേക്കൊന്ന് പോകാം ഗൈസ്. കാരണം സ്പോണിൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിൽ എന്തെങ്കിലും വന്നിക്കണോ, ഷോപ്പിംഗ് ഐഡിൽ എന്തെങ്കിലും വന്നിക്കണോ എന്നൊക്കെ നോക്കണം. അങ്ങനെ എല്ലാ ചില്ലറ പരിപാടികളുണ്ട്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ സർക്കിൾ പാറുണ്ട്. ഓക്കെ, 2 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് അവർ കിട്ടുമോ നോക്കട്ടെ. എന്തായാലും ഫോണിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഫോണിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഫോണിൻ്റെ പോർട്ടൽ അവിടെ എത്തിയിട്ടുണ്ട്. കയറിയില്ല, പോർട്ടൽ കയറില്ല എന്നോട് ഗൈസ്. അവർ 2 ഷോപ്പിംഗ് ഐഡിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഗൈസ്. ഗൈസ്, ആ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ്. ഷോപ്പിംഗ് ഐഡിൻ്റെ വഴി ഞാൻ കാണിച്ചുതരാം. വഴി ഉണ്ടാക്കിയിട്ടില്ല, വഴിയുടെ പ്ലാൻ അനുസരിച്ച് വരുമ്പോൾ നമുക്കതങ്ങനെ കറങ്ങി ഇതിനെ കൊണ്ടുവരാനാണ് പ്ലാന്. ഇങ്ങനെയൊക്കെ തന്നെ ഇതിനെ. ഓക്കെ ഗൈസ്, ഓക്കെ കമോൺ ഗൈസ്. ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ലെജൻഡ് ഇതാ ഗൈസ്. ഇവനാണ് നമ്മുടെ കൂടെ മൈനിന് വന്നത്. എവിടെ
ഹലോ ബ്രോ. ഹലോ. ഹലോ, എന്ത് പരിപാടി ബ്രോ? ഒന്നില്ല, കടടാനി സാധനം മേടിക്കാൻ. ഓ, എവിടെ? ഗൈസ്, നമ്മുടെ പാച്ചു ബ്രോ. ഓക്കെ, ഹലോ ഹലോ ബ്രോ. ഓക്കെ, നിങ്ങൾ രണ്ടാളും അവിടെ കടറിന? ഓക്കെ ഓക്കെ, പരിപാടി തകർക്കട്ടെ. അല്ല, എന്ത് ഷോപ്പാ? തീരുമാനിച്ചിട്ടില്ല. ഞാനേ എൻ്റെ ഷോപ്പിൽ. അല്ല, നീ എന്താണ് എടുത്തത്? ഓക്കെ എടുത്താ? പിന്നെ സ്പ്രൂസ് സ്റ്റാക്കാ? ഞാൻ 2 സ്റ്റാക്ക് അതിൽ വെച്ചോളൂ അല്ലേ? ഓക്കെ, 2 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പാച്ചു ബ്രോ, ഞാൻ നിൻ്റെ ബേസിക് പോർട്ടൽ കണക്ട് ചെയ്തതിൻ്റെ ഡയമണ്ട് 2 മറ്റവനും തന്നു. ശിവകുമാർ 2 ഇരട്ട കുട്ടികളെ പോലെയാണ് ഗൈസ്. കാരണം 2 ബേസ് ഒന്നാണ്, അതായത് അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഗൈസ്. ഡയമണ്ട് ഇട്. ഓക്കെ, എടാ ലെജൻഡ്, നീ പിന്നെ നമ്മൾ മൈനിന് വന്ന ശേഷം പോയാ പിന്നെ കിട്ടിയില്ല. കേവൻ ഇഞ്ഞുണ്ടാ. ഗൈസ്, പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ കുബിൾ സ്റ്റോണിന്. അതും നമ്മുടെ ബില്ലാബായും അതുപോലെ തന്നെ ബില്ലാബായും 2 ചെക്കന്മാരൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഗൈസ്. കമ്മിങ് സൂൺ ആണ്, വന്നിട്ടില്ല. സ്റ്റോണിൻ്റെ ഒക്കെ തന്നെയാണ്. കുബിൾ സ്റ്റോണ്, അതുപോലെ തന്നെ സ്മൂത്ത് സ്റ്റോണ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ ഇന്ത്യയിലൊക്കെ ചെക്കന്മാർ സെറ്റാക്കിയിരിക്കണം. നിങ്ങൾ എന്തിൻ്റെ ഷോപ്പ് തീരുമാനിച്ചില്ല ഇതുവരെ? ഏരിയ കണ്ടുപിടിച്ചാ? എവിടെയാണ്? പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ സ്പോണത്തെ വഴിയേ പണിയാൻ പ്ലാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോളേ നിങ്ങൾ സൈഡിലേക്കായിട്ടേ ഒതുക്കി പണിതോ. ഏത്? ഇവിടെ നല്ലതായിരിക്കും. പക്ഷെ വെട്ടുമ്പോൾ നല്ലപോലെ നോക്കി വെട്ടിട്ട്. കാരണം എന്താ വെച്ചാലേ വൃത്തിയേടായി എടുക്കരുത്. അല്ലേ പറ്റുവാണെങ്കിലേ. എത്ര വലിയ ഷോപ്പാടാ? ചെറുതാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇങ്ങ് വാ. ഞാനിപ്പോൾ എന്തായാലും ഷോപ്പിടാൻ പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പം ഷോപ്പൊന്നും വരുന്നില്ല. അതായത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെ ഷോപ്പാ? അത് വലിയൊരു ഷോപ്പ് അടക്കട്ടെ. ഈ ഒരു ഏരിയ ഇതാ. ഇവിടെ ഇപ്പോൾ വലിയ ഷോപ്പൊന്നും വരുന്നില്ല. ഞാൻ ഒന്നും ഇടണില്ല. എൻ്റെ എന്താണ് അതിൻ്റെ ഫാമിൻ്റെ പണി നടന്നാലേ ഷോപ്പ് ഇട്ടൊരു കാര്യമുള്ളൂ. നിനക്ക് വേണം ഒരു 4 ഡയമണ്ട്? 4 ഡയമണ്ട് 2 പാർട്ട്ണർഷിപ്പിലുള്ളൂ. നമ്മളിപ്പോൾ ഇത്ര ക്ലിയർ ചെയ്താണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഡയമണ്ട്. അല്ലാതെ ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് എക്സ്പെൻഡ് ചെയ്തെടുത്തോ കറക്കിയിട്ട്. പിന്നെ പണിയുമ്പോഴേ ബാക്കിലേക്ക് ഓവറായിട്ട് പോവാതെ എന്നാൽ ഫ്രണ്ടിലേക്ക് ഓവറായിട്ട് വരും ചെയ്യരുത്. കാരണം എന്താ വെച്ചാലേ ബാക്കിൽ ബില്ലാവാടെ ഷിപ്പ് വരാനുണ്ട് പണിയിട്ട്. കാരണം അവനെച്ചാൽ അത് പണിയും ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് പണിയണമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ പണി, അതായത് ഡിസൈനും കാര്യങ്ങളില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇവിടെ ക്ലിയർ ചെയ്തോ, ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്തു. ഓക്കെ, ഇവരെ ഷോപ്പ് ഇരിക്കുന്നില്ലേ അതേപോലെ വെച്ചോ, ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട്. അതാകുമ്പോൾ എന്താ വെച്ചാൽ വഴി വരുമ്പോൾ നല്ല സിമ്പിളായിരിക്കും. ഓക്കെ, വീട് പണി കഴിഞ്ഞോ? എങ്ങനെ ട്രേഡിങ് ആളൊക്കെ സെറ്റായോ? നിങ്ങൾ 2 പാടാണ് മിസ്റ്റർ വീട്ടിൻ്റെ ബേസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. ട്രേഡിങ് ഉദ്ദേശം കൊണ്ട് ചെന്നിട്ട് അവിടെയുള്ള കോഴികളെ തുറന്നിടുക, ഉള്ള പല കാര്യങ്ങളും. മിസ്റ്റർ കിട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 2 ബേസിക് ആയിട്ടായിരിക്കും. എനിക്ക് എത്ര പറയുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മളതിന് മര്യാദ ചെയ്തു. ഞാനേ പോട്ടെ, ഞാൻ റെക്കോർഡിങ്ങിലായിരുന്നു.
എടുത്തറാ, എൻ്റെ കയ്യിലില്ലറാ, എൻ്റെ ബേസിലുണ്ടറാ പറയാനും. ഓക്കെ, വരണമെന്നില്ല, തുറന്നുവിടാൻ കോഴിയൊന്നുമില്ല. ഓക്കെ എന്നാൽ ശരിയാടാ. അവന്മാർ രണ്ടാളും അവിടെ തകൃതിയിൽ അവരുടെ ഷോപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫുഡ് ഷോപ്പാണ് ഇടുന്നതെന്ന് പറഞ്ഞു. വുഡിൻ്റെ ഷോപ്പിൻ്റെ അപ്പുറത്ത് വുഡ് ഷോപ്പ്. പിന്നെ നമ്മുടെ ഷോപ്പിൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്, കൊണ്ടുവച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമുക്കിനിപ്പോൾ എന്ന് വെച്ചാൽ 2 ഡയമണ്ട് ഉണ്ട് ഗൈസ് എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ, വൈൻഡപ്പ് ചെയ്യാം. പെരുന്നാളൊക്കെയാണ് ഗൈസ്, അതാണ് ഞാനിങ്ങനെ തട്ടിക്കൂട്ടി കണ്ടന്റ് എടുത്തത്. എന്തായാലും ചിലപ്പോൾ പെരുന്നാളിൻ്റെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഒന്നും തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ റേസൊക്കെ ആക്റ്റീവായി വരുന്നുള്ളൂ. പലരും ഡയമണ്ട് ആർമറായി, പക്ഷേ അതിന് ശേഷം പിന്നെ പലരും നിർത്തുകയും ചെയ്തു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം.